നമ്മുടെ RRB NTPC എക്സാമിന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണിത്. ചോദ്യം നോക്കി, ഫ്രം എ പോയിന്റ് 15 മീറ്റർ അവേ ഫ്രം ദ ബേസ് ഓഫ് എ ട്രീ. ഒരു ട്രീ അതിൻ്റെ ബേസ് എന്ന് വെച്ചാൽ ചുവട്ടിൽ നിന്ന് എത്ര ദൂരമാണ് പറഞ്ഞിരിക്കുന്നത്? 15 മീറ്റർ. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ടു ദ ടോപ്പ് ഈസ് 45 ഡിഗ്രി. ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്താ? 45 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഹൈറ്റ് ഓഫ് ദ ട്രീ? ഞാനാണെങ്കിൽ നേരെ ആൻസറിലേക്ക് പോകും. ഓപ്ഷൻ എ 15 ആണ് ആൻസർ. എങ്ങനെ കിട്ടൂടാ? ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഈ ഒരു ആംഗിൾ അപ്പോൾ എന്ത് വരും? 45 ഡിഗ്രി അല്ലേ? ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ എന്താ? ഇത് 45 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഈ ഒരു ആംഗിൾ വരുന്ന ട്രയാങ്കിൾസിന്റെ റേഷ്യോ നമുക്ക് നോക്കാം. സൈഡ്സിന്റെ റേഷ്യോ നമുക്ക് നോക്കാം. ഓക്കെ, 45 90 ഡിഗ്രി അല്ലേ ഈ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആയിരിക്കും. ആൻസർ കിട്ടി കഴിഞ്ഞു. 1:2 ആയിരിക്കും നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. സൈഡ്സിന്റെ ഓപ്പോസിറ്റ്, ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സിന്റെ റേഷ്യോ. നോക്കി, ഇത് 45 ഡിഗ്രിയാണ്. നമുക്ക് അതല്ലേ കണ്ടുപിടിക്കാനുള്ള. ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുമല്ലേ ട്രീ. അപ്പോൾ ട്രീയുടെ ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കാനുള്ള. നോക്കി, അപ്പോൾ എന്ത് വരും നമുക്ക്? ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താ? 15 അല്ലേ? അപ്പോൾ റേഷ്യോ 1 എന്ന് പറയുന്നത് എന്താ? 15 ആണ്. നമുക്കിനി എന്താ കണ്ടുപിടിക്കാനുള്ളത്? അടുത്ത 45 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് സൈഡ് അതെന്താ? റേഷ്യോ എന്താ? 1 തന്നെ അല്ലേ? 1:15 ആണ് എങ്കിൽ അടുത്ത 1 എന്താ? 15 തന്നെയാ. അപ്പോൾ എൻ്റെ ആൻസർ എന്ത് കിട്ടി? 15. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മൾ ശനി ഞായർ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന മാരത്തോൺ സെഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക? മാരത്തോൺ സെഷൻ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമായിരിക്കും. അപ്പോൾ മാരത്തോണിന് കാണാം.